പ്രേക്ഷകരോടും കുടുംബാംഗങ്ങളോടും കേരളപ്പിറവി ആശംസിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയിരിക്കുന്നത്. തുടക്കം തന്നെ ലാലേട്ടൻ കേരളത്തെക്കുറിച്ച് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു പോയി. പിന്നീട് ലാലേട്ടന് തന്നെ തോന്നി എന്തിനാ ദൈവമേ ഞാൻ ചോദിച്ചത്. അത്തരത്തിലായിരുന്നു കേട്ടോ ഓരോരുത്തരുടെ ആൻസർ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിരവധി ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ലാലേട്ടൻ. അതിന്റെ ഇടയിലും അനീഷ് മോൻ എന്നൊക്കെ വിളിച്ച് നൈസായിട്ട് ഇങ്ങനെ കളിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ ആ വിഷയത്തിലേക്കാണ് കിടക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് പ്രണയത്തെക്കുറിച്ച് ചോദിക്കുകയാണ്. വിനോട് ചോദിക്കുന്നു, അക്ബറോടൊക്കെ ചോദിക്കുന്നുണ്ട് പ്രണയ മണം തോന്നിയിട്ടുണ്ടോ എന്ന്. അപ്പോൾ അക്ബർ പറഞ്ഞ ഒരു മണം തോന്നിയിട്ടുണ്ട്, അനീഷ് ഏട്ടനിൽ നിന്ന് നേരെ അനുമോളിലേക്കൊക്കെ ഒരു തോന്നലുണ്ടെന്ന്. വീട്ടിലുള്ള എല്ലാവർക്കും ഈ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അനീഷ് മുൻകൂട്ടി തന്നെ ഇതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ നീക്കിയിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. എങ്കിൽ എന്നോട് പറ ഐ ലവ് യു എന്ന് ലാലേട്ടൻ അനുമോളുടെ മുഖത്ത് നോക്കി പറയാട്ടോ. അപ്പോൾ അനുമോളോട് ചോദിക്കും, അനുമോളെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇതിൽ കൂടുതൽ എന്ത് വിശേഷം ഉണ്ടാവാനാ, ഇത് തന്നെ വിശേഷം. അപ്പം അനുമോൾ പറയുന്നുണ്ട് നല്ല വിശേഷം ലാലേട്ടാന്ന്. അക്ബറിന് നേരത്തെ അറിയായിരുന്നു, സാബുമാൻ എല്ലാവർക്കും അറിയായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. അതിലേക്ക് ഒരു ഫ്രണ്ടാണ്, ഫ്രണ്ട് അവിടെ കിടന്ന് ഉരുകാണ്. ആ സമയത്തും ഫ്രണ്ടിനെ ഇട്ടിട്ട് കൂടെ നിൽക്കുന്നതിന് പകരം നൈസായിട്ട് ലാലേട്ടൻ്റെ ഒപ്പം അനുമോളെ ഇങ്ങനെ കളിയാക്കാൻ വേണ്ടിയിട്ട് അത് ആ ഒരു ടൈം യൂസ് ചെയ്യാണ് കേട്ടോ. അതിലെ നൂറയൊക്കെ ഇതൊരു വീഡിയോ ഒക്കെ ലാലേട്ടൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അനുമോളുടെ മറുപടി എന്തേ കാണിച്ചു കൊടുക്കാതിരുന്നത്? നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ എല്ലാം കാണിച്ചു കൊടുക്കണമല്ലോ, അത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. സാധാരണ സീസണിൽ പ്രണയമൊക്കെ ആദ്യം ഒഴുകി ഉണ്ടാവുക. ഈ സീസണിൽ എന്തോ അവസാനം 9 ദിവസം മാത്രമേ ഉള്ളപ്പോൾ എന്താണ് അനീഷിന്റെ പ്രണയം ഫേക്ക് ആണോ അല്ലെങ്കിൽ റിയൽ ആണോ എന്നറിയാൻ ലാലേട്ടൻ ചെറിയ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനകത്ത് അനീഷിന്റെ മറുപടി തന്നെ ഉണ്ട്, അനീഷ് ഒരു കളി കളിച്ചതാണെന്നുള്ളത്. അനുമോളോട് പ്രേമമാണോ പ്രണയമാണോ അതോ സ്നേഹമാണോ എന്താണെന്ന് ചോദിക്കുമ്പോൾ അനീഷ് പറയാണ് എല്ലാം കൂടിയുള്ള ഒരു വികാരമാണെന്ന്. അത്തരം ഒരു മറുപടിയൊക്കെയാണ് കേട്ടോ അനീഷ് കൊടുക്കുന്നത്. എന്നാൽ ഈ സമയത്തൊക്കെ പ്രേക്ഷകരോട് നിന്ന് കയ്യടിക്കുകയാണ്. ഈ കയ്യടിയിൽ നിന്നൊക്കെയാണ് ഇവർ ഓരോ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. ഒരു പക്ഷേ ഇത് ഒരു കോംബോ ആയിട്ട് അനീഷ് ഇറക്കാനുള്ള ശ്രമമൊക്കെ നടത്തുമെന്ന് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പോൾ 8 ദിവസം കൂടെ ഉള്ളൂ. 8 ദിവസം എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു നമുക്ക് കണ്ടു തന്നെ അറിയാം. അനീഷ് ദേഷ്യപ്പെട്ട് പോയതിനെ കുറിച്ച് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. ഒരാൾക്ക് ഒരു സമയം കൊടുക്കണ്ടേ? നമുക്ക് ഒരു കാര്യം പറഞ്ഞു, അത് അപ്പം തന്നെ എസ്സോ നോയോ എന്നൊക്കെ പറയണമെന്ന് വെച്ചാൽ അത് എവിടത്തെ ന്യായമാണ്. നമ്മൾ കുറച്ച് സമയം കൊടുക്കണം, അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ടാവും, ആലോചിക്കാനുണ്ടാവും. അതൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. 9 ദിവസത്തെ ബോർഡ് വെച്ചതിന് ശേഷമാണ് അനീഷ് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായി എന്ന് ഷാനവാസ് എടുത്ത് പറയണ്ടായി. 9 ദിവസം ഉള്ളൂ, ഇനിയിപ്പോൾ വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിന് മുമ്പായി തന്നെ ഈ ഒരു വിഷയം എടുത്തിടണമല്ലോ എന്നൊക്കെ കരുതിക്കൊണ്ടായിരിക്കാം. അവസാനം ലാലേട്ടൻ അനുമോളെ ആശ്വസിപ്പിച്ച് വിടുന്നുണ്ട് കേട്ടോ. മലയാളി പ്രേക്ഷകരല്ലേ, അവർക്കറിയാം ഇതൊരു ഗെയിം ആണെന്ന് അറിയാം. ലാലേട്ടൻ്റെ ഈ ഒരു വാക്കുകളിൽ നിന്ന് അനുമോൾ മനസ്സിലാക്കി എടുക്കുമായിരിക്കും ഇതൊരു ഗെയിമാണ്. പ്രേക്ഷകർക്കറിയാം ഇതൊരു ഗെയിം ആണെന്ന്. അതായത് പ്രേക്ഷകർ മനസ്സിലാക്കി കഴിഞ്ഞു ഇതൊരു ഗെയിം ആണെന്നുള്ളത്. അനീഷ് കളിച്ചൊരു ഗെയിം ഇത് അനുമോളോട് ലാലേട്ടൻ പറയാതെ പറഞ്ഞിട്ടുണ്ട്. അനുമോൾ ചിന്തിച്ച് മനസ്സിലാക്കി കളിക്കട്ടെ, ഇത് ഒരു ഗെയിമാണ് എന്ന് ലാലേട്ടൻ ഒരു ക്ലൂ കൊടുത്തിട്ടുണ്ട്. ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് കേട്ടോ അനുമോളോട്, അനീഷിന് ഇഷ്ടമാണോ ഈ കാര്യം, എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് എന്നൊക്കെ. അപ്പം അനുമോള് ഇഷ്ടമല്ലെന്ന് പറയുന്നില്ല, അനീഷ് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമാണ് ആയതെന്ന്. ഒരാൾ നമ്മൾ സ്നേഹിക്കുന്നത് നല്ല കാര്യമല്ലേ, അനുമോൾ അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അനീഷ് ഇഷ്ടപ്പെടുന്ന പോലെ അല്ലെങ്കിൽ അത്തരം ഒരു രീതിയിലല്ല കണ്ടിരിക്കുന്നത്. അത് അനുമോള് ലാലേട്ടനോട് പറയാണ്ട് കേട്ടോ. അപ്പോൾ അതോടുകൂടി തന്നെ എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന ഒരു കുട്ടി, ആ കുട്ടി അനീഷിൻ്റെ സ്നേഹത്തെയും റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അനുമോളുടെ ആ ഒരു ഉത്തരത്തിൽ അനീഷ് വല്ലാണ്ട് ചെറുതായി പോലെ എനിക്ക് തോന്നി. ആ കുട്ടി ഒരിക്കലും അനീഷിനെ അങ്ങനെയല്ല കണ്ടിരിക്കുന്നത്, ഒരു ഫ്രണ്ടിനെ പോലെ ബ്രദറിനെ പോലെയൊക്കെയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഫ്രണ്ട് എന്നാണ് അനുമോൾ പറഞ്ഞത് കേട്ടോ. ഒരു ഫ്രണ്ടിനെ പോലെ എന്ന് പറഞ്ഞിട്ട് ലാലേട്ടനോട് പറയണം. ലാലേട്ടനോട് പറയുമ്പോഴും അനുമോൾക്ക് അത് പറയാനൊരു ബുദ്ധിമുട്ടുണ്ട്. ഒരു ഇങ്ങനെയൊക്കെ പറയേണ്ട ഒരു അവസ്ഥ വന്നല്ലോ എന്ന് ഓർത്തിട്ടായിരിക്കാം എന്തോ അനുമോൾ അനീഷിൻ്റെ സ്നേഹത്തെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് അനീഷിനോട് തിരിച്ച സ്നേഹമൊക്കെയാണ്, പക്ഷേ അനീഷ് ഉദ്ദേശിക്കുന്ന സ്നേഹമല്ല എന്ന് അനുമോൾ പറഞ്ഞിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അനുമോൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതൊരു ഗെയിം ഷോയാണ്, ഗെയിമാണ് എന്നുള്ളത്. അപ്പോൾ ഇലക്കും മുള്ളിനും കേടില്ലാതെ ഒരു മറുപടി കൊടുക്കണമല്ലോ. അങ്ങനെ വ്യക്തമായി ഗംഭീരമായി അതിൻ്റെതായ രീതിയിൽ തന്നെയുള്ളൊരു മറുപടിയാണ് അനുമോൾ കൊടുത്തിരിക്കുന്നത്. ഇന്നിപ്പോൾ ലാലേട്ടൻ്റെ ഇത്തരം ഒരു വാക്കുകളും കൂടി ആവുമ്പോൾ ഒരു പക്ഷേ അനുമോൾ അത് ചിന്തിച്ച് പ്രവർത്തിച്ച് മനസ്സിലാക്കി മുന്നോട്ട് കളിക്കും. ഇനി 8 ദിവസം കൂടി ഉള്ളൂ. കലാശക്കോട്ടാണ്, ഒന്ന് പാളിപ്പോയാൽ എല്ലാം തീർന്നു. എങ്ങനെ കൈകാര്യം ചെയ്യുന്ന കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിലുണ്ടാവും കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.